എന്തായി ആവട്ടെ ഏട്ടാ. ആഹാ നല്ല മണം. ഞാനും ഉണ്ടാക്കിയേ. നീ ഉണ്ടാക്കിയോ? അമ്മ എവിടെ ഉണ്ടാക്കിയത്? അവള് കൊറേ ഉണ്ടാക്കി. അമ്മേ അമ്മ പറഞ്ഞിട്ട് ഞാനാ ഉണ്ടാക്കിയത്. എടി നീ ഉണ്ടാക്കിയ ഈ മണം വരില്ല, അമ്മ വെച്ചാൽ ഈ മണം വരും. നിനക്ക് അത് അറിഞ്ഞൂടാ? അമ്മേ ഞാൻ അല്ലേ ഉണ്ടാക്കിയത്. നീ തന്നെ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞു നീ ഉണ്ടാക്കി. നീ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഉപ്പ് നോക്കാം. ഇങ്ങനെയുണ്ടൊരു കൊതി. അങ്ങോട്ട് പോടാ. എന്നാ വേ നോക്ക്. അയ്യേ ഇതെന്തൊരു കൊതിയത്. അമ്മേ പറഞ്ഞ പോലെ ഇതെന്താ ആവാത്തെ? അതെ, ഈടായിട്ട് നിന്റെ പഠിത്തത്തിലും നീ ഭയങ്കര മോശം എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. ഓ അത് സാർ എല്ലാവരുടെ പാരന്റ്സ് വരുമ്പോഴും അങ്ങനെ പറയണം. ആഹാ, എന്നാലും സമ്മതിക്കരുത് നീ പഠിത്തത്തിൽ ഇപ്പൊ മോശമാണെന്നുള്ളത്. തള്ളയെ പോലെ തന്നെ. നല്ല ഇറച്ചിയുടെ മണം. അതെ, കിഴങ്ങ് കറിയാ. അറിയാമല്ലോ, ഇറച്ചിയുടെ മണം എനിക്ക് അറിഞ്ഞൂടെ? ഇറച്ചിയൊന്നുമല്ല, കിഴങ്ങ് കറിയുടെ മണമാണ്. എടി അത് ഇറച്ചി മസാല ഇട്ട് വെച്ചായിരിക്കും. കിഴങ്ങ് കറിയാ. വാങ്ങൂ. പീസ് അടച്ചോടാ. ഞാൻ ചെന്നപ്പല ഇറച്ചമ്മേ. എന്താ പറഞ്ഞേ? ചെന്നപ്പരയല്ല, ചെന്നപ്പഴേ. മലയാളം നേരെ രൂപ പറഞ്ഞോണം കേട്ടോ. അടിച്ചു പഠിച്ച് അവക്ക് മലയാളം പറഞ്ഞൂടാ, ഇംഗ്ലീഷ് പറഞ്ഞൂടാതെ വരുവായി. മുട്ടം കടിച്ചോ? ഓ, കഴിക്കാൻ തോണ്ടടി. ചോറെടുക്കാന്ന്. കറി എന്തോണ്ടെന്നാ ചോദിച്ചാ? കറി സാമ്പാറും മെഴുക്കുവരട്ടി നിങ്ങൾ കണ്ടല്ലേ? വീട്ടിൽ തന്തയ്ക്കൊണ്ട് പറഞ്ഞു സാമ്പാറും മെഴുക്കുവരട്ടി. എന്ന് വന്നാലും മനുഷ്യൻ വൈദ്യുതിയായിട്ട് വല്ലതും കഴിക്കണമെന്ന് വെച്ചാൽ ഒരു സാമ്പാറും ഒരു മെഴുക്കുവരട്ടി, അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ചമ്മന്തി. വേറെ ഒന്നും നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ? അയ്യോ അതെന്താന്നറിയോ ക്ലീറ്റോ രാവിലെ ഇറച്ചി മേടിച്ച് തന്നിട്ട് പോയായിരുന്നല്ലോ. പക്ഷെ അത് പൂച്ച കൊണ്ടുപോയി എനിക്ക് വെക്കാൻ പറ്റിയില്ല. ഏതാണ്ടും കൂടുതൽ അഭ്യാസം കാണിക്കരുത് കേട്ടോ. അത് തന്നെ പറഞ്ഞേ, കൂടുതൽ അഭ്യാസം കാണിക്കല്ലേ. ഇതൊക്കെ ഇവിടെ മേടിച്ച് തന്നിട്ടാണെങ്കിൽ തുള്ളണെങ്കിൽ കാണാനൊരു രസമുണ്ട്. അതെ അമ്മേ, ഇവിടുത്തെ മാമന്റെ ഇറച്ചിക്കറി വെച്ച്. എന്നോട് ആര് പറഞ്ഞു? ആ മുറ്റത്തോട് വന്നപ്പോഴേ അയ്യോ എന്ത് മണമായിരുന്നു, കുത്തിയേ. അതാ അച്ഛൻ ഈ കാരണം ദേഷ്യപ്പെടുന്നു. നിന്നോട് അങ്ങനെ പറഞ്ഞോടി ആരെങ്കിലും? പറഞ്ഞോടി. ചെറിയ വായിൽ വലിയ വർത്താനം. അതെ, ഇങ്ങോട്ട് നോക്കിയേ. അവിടെ അങ്ങനെ പലതും നടക്കും. അവനെ സർക്കാർ ജോലിയുണ്ട്. അത് കണ്ടുകൊണ്ട് ക്ലീറ്റ് ഇവിടെ കിടന്ന് തുള്ളിയാലേ തുള്ളല് മാത്രമേ നടക്കുള്ളൂ. വേണമെങ്കിൽ സാമ്പാറും ചോറും തരാം. അയ്യോ, നിന്റെ സാമ്പാറും കോറും എനിക്ക് വേണ്ടടി. ഞാൻ പട്ടിണി കിടന്നോളാം. സാമ്പാറും ചോറും അമ്മൂമ്മ ഇറച്ചിക്കറിയും കൊണ്ട് വരും, നമുക്ക് കഴിക്കാം. പിന്നെ നിന്റെ അമ്മമ്മ കൊണ്ടുവരുന്ന ഇറച്ചിക്കറി എന്റെ പട്ടി കഴിക്കും. തക്കിളി, ഇന്ന് അമ്മൂമ്മ ഇറച്ചിക്കറി കൊണ്ടുവരും. നമ്മൾ രണ്ടുപേരും മാത്രം അത് കഴിക്കും. അച്ഛൻ കഴിക്കൂല. അച്ഛൻ ഇന്ന് ഭയങ്കര ശബ്ദമൊക്കെ ചെയ്തേക്കല്ലേ. എന്ത് ശബ്ദം? അച്ഛൻ രാവിലെ അവിടെ ചെന്ന് ശബ്ദം ചെയ്തേക്ക, ഇനി അവിടുന്ന് പച്ച വെള്ളം കുടിക്കൂലെന്ന്. അയ്യേ അമ്മേ, അത് പച്ച വെള്ളമല്ലേ. അച്ഛാ നമുക്ക് ഇറച്ചിക്കറി കഴിക്കാം. എനിക്ക് അറിയാൻ പാടാത്തോണ്ട് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അതെടി, എനിക്ക് ഭ്രാന്താടി. എനിക്ക് മുഴുത്ത ഭ്രാന്താ. ഭ്രാന്ത് മൂത്തോണ്ടാണ് എല്ലാത്തിനും പിടിച്ച് വിളികളെ. അനേകം ഭ്രാന്ത് കണ്ടിട്ടുണ്ട്. ഇറച്ചി ഭ്രാന്തൻ. അയ്യേ, ഈ അച്ഛൻ കൊതിയനല്ലേ. കൊതിയനെ ഞാൻ ശരിക്കും കൊടുക്കാം. ഞാൻ കേട്ടോ എല്ലാം ക്ലീറ്റാ, ഞാൻ അങ്ങോട്ട് വരാട്ടാ. എല്ലാം നശിപ്പിച്ചു മനുഷ്യൻ. സൂചി ഉണ്ട് അതിനകത്ത് നോക്കി എടുക്കണം. നിക്കട്ടടി, ഇപ്പൊ വരാം ഞാൻ. എവിടെ പോണേ? നിങ്ങളോടെ ജമന്തി വരുന്നു. എടുക്കങ്ങട്ട്. ഇങ്ങനെയുണ്ടൊരു കൊതി. വിളമ്പാ. അമ്മ അപ്പുറത്തെ ഇറച്ചിക്കറി കൊണ്ട് കൊടുക്കാൻ പോയി. ഇറച്ചിക്കറി അപ്പുറത്ത് കൊണ്ട് കൊടുക്കാൻ പോയി. ഈ അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്താ ഇറച്ചിക്കറി അപ്പുറം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം. അമ്മേ ബൈരിക്കും. ശരിക്കമ്മ ഞാൻ ഇരിക്കുന്നില്ല. എന്തേ? ഇന്ന് രാവിലെ എന്തൊക്കെയാണ് അവനോട് പറഞ്ഞത്? ഞാനൊരു ഇത്തിരി ഇറച്ചിക്കറിയും കൊണ്ട് അവിടെ ചെന്നിട്ട് അവൻ നോക്കേട്ട് എഴുന്നേക്കേട്ട് ചെയ്ത് അവിടെ കയറി കിടക്കുകയാണ്. എന്താ ഞാൻ ഇതാ പറയുന്നത്? ആലോചിച്ച് സംസാരിക്കണം. ആരും തരം കൊണ്ട് സംസാരിക്കണം. എന്തമ്മ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? നിനക്ക് തോന്നും ഒന്നും പറഞ്ഞില്ലെന്ന്. കേൾക്കുന്നവർക്ക് തോന്നും പലതും പറഞ്ഞെന്ന്. എന്തൊരു കഷ്ടാണ്. കഷ്ടം, ഒരു കഷ്ടം. അമ്മ ഇപ്പൊ കഴിക്കേ. ഞാൻ കഴിക്കുന്നില്ല. അവനില്ലാതെ ഞാൻ കഴിക്കുന്നില്ല. പോയി വിളിച്ചോണ്ട് വരുന്നില്ല. അമ്മ അവൻ കഴിക്കുന്നില്ല. വേണ്ട, അമ്മ വേറെ പാട് നോക്കി ഇരിക്കണം. ഇല്ല, വേണ്ട, എനിക്ക് വേണ്ട. അമ്മ വാശി. എന്തിനാ വാശി പിടിക്കാൻ നിൽക്കണത്? വാശി പിടിക്കുന്നതാ നീ. അവനും എനിക്ക് ഒരുപോലെയാ. ഒരിത്തിരി ഇറച്ചിക്കറി ഉണ്ടാക്കി അവനതിനൊക്കെ കൊതിയാണെന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ കൊണ്ട് കൊടുത്തത്. അല്ല, കഴിക്കുന്നില്ല. നീ പോയി അവനെ വിളിച്ചോണ്ട് വന്ന് കഴിപ്പിക്കാതെ ഞാൻ കഴിക്കുന്നില്ല. തീർന്നല്ലോ. നിങ്ങൾ കഴിച്ചോളൂ രണ്ടുപേരും കൂടെ. എനിക്ക് വേണ്ട. അമ്മ ഇങ്ങനെ പറയല്ലേ അമ്മേ. പിന്നെ എങ്ങനെ പറയണം ഞാൻ?
ദേ ചെന്ന് വിളിച്ചോണ്ട് വാ. എന്തൊരു കഷ്ടാണ് ഒരു മനസമാധാനം ഈ കുടുംബത്തിൽ നിങ്ങൾ മനസ്സമാധാനം തൊട്ട് രണ്ടുപേരും കഴിച്ചോളി, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞോളൂ. ദേ അമ്മയ്ക്ക് വയ്യാത്തതൊക്കെ ചുമ്മാ വിഷമിപ്പിക്കാതെ ചെന്ന് വിളിച്ചോണ്ട് വന്നേ. എന്നാ അങ്ങോട്ട് ഇരിക്കി, ഞാൻ പോയിട്ട് വിളിച്ചോണ്ട് വരാം. ചെല്ല്. ഇരക്കേട്. അമ്മേ ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഇനി അമ്മ ഇരിക്കേ. ഇനിയെങ്കിലും ആലോചനയും ഇല്ലാത്ത സംസാരങ്ങൾ. ആ സാരമില്ല, ഇപ്പൊ വിളിച്ചോണ്ട് വരുമല്ലോ. വരട്ടെ, അവനും കൂടെ വരട്ടെ, വന്നിട്ട് മതി, എനിക്ക് വേണ്ട. വരട്ടെ, അമ്മ വിളിച്ചോണ്ട് വരുമെന്ന്. വരട്ടെന്ന് അവൻ വരട്ടെ. അമ്മയും മോനും ഒക്കെ വാശിക്കാരാ, പിന്നെന്താ ചെയ്യണേ? അവൻ വരട്ടെ. ആ വരട്ടെ എന്നാ. വായിക്കങ്ങ്. എന്താടി എന്താടാ ക്ലീറ്റോ, എന്തിനിപ്പോ ക്ലീറ്റോനെ തിരക്കണേ? ക്ലീറ്റോ. എടാ എന്താന്ന്? നീ ഇവിടെ ഉണ്ടായിരുന്നാ? ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഇത് വഴി തെറ്റി വന്നതാണോ? ആണെങ്കില് ഇതിലാണെങ്കില് എടേ, ഞാൻ രാവിലെ പറഞ്ഞത് നീ അത്ര കാര്യാക്കണ്ട. ഓ, ഞാനത് തമാശയായിട്ട് പറഞ്ഞതല്ലേ. ഇല്ലേ, നീ വലിയ തമാശക്കാരനല്ലേ? എന്നെ കാണുമ്പോ തമാശ പറയാം. എന്താന്നേ? ഡാ എന്താ പ്രശ്നം? നീ ഭക്ഷണം കഴിച്ചോ? എന്തോ ഭക്ഷണം കഴിച്ചോന്നു? എവിടെ കെട്ടി ഞാൻ ഇത്ര വർഷമായി ഇവിടെ താമസിക്കണം, ഇന്നേ വരെ അന്വേഷിച്ചിട്ടില്ല ഞാൻ ഭക്ഷണം കഴിച്ചോന്ന്. ഇന്നെന്ത് പുതുമ? അല്ല, അങ്ങനെ ഒരു ഗതികേട് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഓ പിന്നെ നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? എനിക്ക് സൗകര്യമില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. നിനക്കിപ്പോൾ എന്താ വേണം? ചോദിച്ചതിന് സമാധാനം പറ. അതിൻ്റെ സമാധാനം തന്നെ ഞാൻ പറഞ്ഞത്. അത് നിനക്ക് ബീഫ് ഇഷ്ടമാണല്ലോ, എന്നിട്ടെന്ന് ബീഫ് ഇഷ്ടമാണല്ലോ നിനക്ക്, പിന്നെ കഴിച്ചൂടെ? ബീഫ് ഇഷ്ടമാണെങ്കിൽ ബീഫ് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫല്ലേ, അതെനിക്ക് വേണ്ട, അതെൻ്റെ പട്ടി കഴിക്കും. എടാ ഇതെന്താ തല്ലു പിടിക്കാനാണ് തീരുമാനം? ഇല്ലെന്നേ. നീ ആ കുട്ടിക്ക് ചോറ് കൊടു. നീ വാ കേട്ടോ. എനിക്ക് വേണ്ട. ഞാൻ മാപ്പ് പറഞ്ഞേക്കാം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അത് മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുഴപ്പം. അതും എൻ്റെ കുഴപ്പം അല്ലാന്ന്, അത് എൻ്റെ കുഴപ്പമാണ്. ഞാൻ ആ ഒരു തമാശ പറഞ്ഞു പോയി. ആ സമയത്ത് നിന്നോട് അങ്ങനെ തമാശ പറയാൻ പാടില്ലായിരുന്നു. ഇവിടെ ഇട്ട് ഉരുട്ടാൻ ഞാൻ പന്തല്ലേ നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ. ഡേയ്, അമ്മ അവിടെ കരഞ്ഞു പിഴിഞ്ഞിരിക്കുകയാണ്. അമ്മയ്ക്ക് സുഖമില്ലാത്ത ആളാണ്. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഓ, അപ്പം അമ്മ നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോണ്ട് എൻ്റെ ആളിയെ വന്നതാണ്. എടാ, ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. നീ വരുന്നുണ്ടോ ഇല്ലയോ? എടാ, ആ തള്ളേക്കുള്ള ആ സ്നേഹവും വിവരവും ആ വിവേകവും പോലും നിനക്കില്ലല്ലോ. നീ എങ്ങനെ അവരെ വയറ്റി ജനിച്ചെന്നുള്ളതാ. എന്താന്ന് എന്തിനാ ഈ ബഹളം ഉണ്ടാക്കണേ? നീ ചുമ്മാരടി, എന്തിനു വേളം ഉണ്ടാക്കും? അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെ കൂട്ടിയിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അതിന് വിളിക്കാൻ വേണ്ടി വന്നാണ് ഇവനെ. ക്ലീറ്റോ മലയാളത്തിലല്ലേ പറയണ? ചെല്ല് ക്ലീറ്റോ. എടി, ഇവൻ രാവിലെ എന്നെ അത്രയ്ക്കാണ് എന്നെ പറഞ്ഞത്. രാവിലെ നിന്നോട് പറഞ്ഞ ഞാൻ മാപ്പ് പറഞ്ഞല്ലേ എന്നോട്? പിന്നെന്താ പ്രശ്നം? മാപ്പ് പറഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞല്ലോ. മാപ്പ് പറഞ്ഞ വരുന്ന ആളിനെ വെള്ളവും തന്നിട്ട് അതങ്ങോട്ട് കുടിച്ച് അണ്ണാക്കിലോട്ട് ഇറങ്ങണ്ട. അതിന് മുമ്പ് അവൻ എന്നെ പറഞ്ഞത് അങ്ങനെയാണ്. ദേളിയാ, ഞാൻ താഴാവുന്നതിന്റെ മാക്സിമം താഴ്ന്നു നിന്നിട്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. നിന്നെ വിളിച്ചോണ്ട് എല്ലാം അമ്മ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വന്നത്. നിനക്ക് വരാൻ സൗകര്യം ഉണ്ടോ ഇല്ലയോ? വരാൻ സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഈ മനുഷ്യൻ തിരക്കി കണ്ണുപിടിച്ച് കാണിക്കണേ. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി, ഇല്ലെങ്കിൽ പാട്ടിന് പോ. പണിയില്ല. ഒന്നുകൂടെ നിർബന്ധിക്കാനാ ഞാൻ പറഞ്ഞ. പോലെ വരും, ക്ലീറ്റോ വരും. അല്ലെങ്കിൽ തങ്കം ശരിയാവൂല തങ്കം, ഞാൻ പോയാ. സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി കേട്ടാ. നല്ല മനസ്സുണ്ടെങ്കിൽ വന്നാ മതി, ഇല്ലെങ്കിൽ വരണ്ട. നീ ഞാൻ വരാം. അമ്മയെ ഓർത്തിട്ടാണ് ഞാൻ വരുന്നത്, അല്ലാതെ വേറെ ആരും ഓർത്തിട്ടൊന്നുമല്ല. നീ വരുന്നുണ്ടോ? ഞാൻ അതേ കൊച്ചിന് ചോറ് കൊടുക്കാം. ഞാൻ വരുന്നില്ല. ബീഫ് എങ്ങനെ ഉണ്ടടി? സൂപ്പർ. സത്യമാണോ? Versus Alien.